Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 34. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ക്രിസ്റ്റിയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരുന്ന ഗൗരി അല്പസമയം കഴിഞ്ഞാണ് തന്നെ നോക്കിയിരിക്കുന്ന ദേവനെ ശ്രദ്ധിച്ചത്. സാധാരണ കണ്ണുകളിൽ കാണാറുള്ള പ്രണയത്തിനോ വാത്സല്യത്തിനോ പകരം കൗതുകവും അതിലേറെ സംശയവും നിഴലിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ അവളുടെ നെറ്റി അറിയാതെ ഒന്ന് ചുളിഞ്ഞു. എന്ത് എന്ന അർത്ഥത്തിൽ അവൾ കണ്ണുകൾ കൊണ്ട് അവനോട് കാര്യം തിരക്കി. പക്ഷെ അതിനൊരു മറുപടി നൽകുന്നതിന് പകരം ദേവൻ കസേരയിൽ നിന്നും അല്പം മുന്നോട്ടാഞ്ഞ് അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്നിരുന്ന മുടിയിഴകൾ വാത്സല്യത്തോടെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു. അവന്റെ ആ പ്രവൃത്തിയിൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിലും ആ നോട്ടത്തിലെ അവ്യക്തത അവളെ അസ്വസ്ഥയാക്കി. അവൾ തലയൊന്ന് കുലുക്കി അവന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, എന്താ ദേവേട്ട, എന്താ ഇങ്ങനൊരു നോട്ടം? കാര്യം പറയും. എന്തോ അവളോട് ചോദിക്കാനുണ്ട് എന്ന് അവന്റെ മുഖഭാവം വ്യക്തമാക്കി. എന്നാൽ അതേസമയം അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുമായിരുന്നു. താൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന സങ്കോചമുള്ളതുപോലെ നെറ്റി അമർത്തി തിരുമ്മിക്കൊണ്ട് അവൻ അവളെ നോക്കി. ഉള്ളിലെ സ്നേഹം അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവനിലെ പോലീസ് ഓഫീസർ സത്യമറിയാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. തന്നോടെന്തോ ചോദിക്കാൻ അവൻ മടിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഗൗരി അവന്റെ കൈകൾ ചേർത്ത് എടുത്തു പിടിച്ചു. എന്തായാലും ചോദിക്ക് ദേവേട്ട, എന്താ ദേവേട്ടൻ എന്നോട് ചോദിക്കാനല്ലേ? അവളുടെ ആ ചോദ്യം കേട്ടതും ദേവൻ ഒന്ന് തൊണ്ട ശരിപ്പെടുത്തി. വേറൊന്നുമല്ല ഗൗരി, അന്ന് രാത്രിയിലെ സജീവൻ കൊല്ലപ്പെട്ട ആ രാത്രിയിൽ സംഭവിച്ചുവെന്ന് നീ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ചില അവ്യക്തതകൾ, ചില സംശയങ്ങൾ. അവന്റെ ആ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. പക്ഷെ ആ ഭാവം അതവൾ തന്ത്രപൂർവ്വം മറച്ചു പിടിച്ചു. പകരം ചുണ്ടിലൊരു കള്ളച്ചിരി വരുത്തി അവൾ അവനെ നോക്കി. ഓ, അപ്പോ എന്റെ മുന്നിലിരിക്കുന്ന ദേവേട്ടനല്ല, ഇൻസ്പെക്ടർ റഹ്മാനാണല്ലേ? എന്താ സാറിന്റെ സംശയങ്ങള്? അവളുടെ ആ ചോദ്യം കേട്ട് ദേവനും ഒന്ന് ചിരിച്ചുപോയി. എങ്കിലും ആ ചിരി മാറും മുൻപ് അവൻ കാര്യത്തിലേക്ക് കടന്നു. തമാശയല്ലേ ഗൗരി, അന്ന് നീ പറഞ്ഞത് പ്രകാരം സജീവൻ മദ്യപിച്ച് ലക്ക് കേട്ട് വന്ന് കാവിലെ വേലി പൊടിച്ചത് നീയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കി എന്നല്ലേ നീ പറഞ്ഞത്? അതെ. യാതൊരു സംശയവുമില്ലാതെ അവൾ തലയാട്ടി. കുറെ നേരം അവൻ ബഹളം വെച്ചിട്ടും വാതിലിൽ തല്ലിയിട്ടും പേടി കാരണം നീ വാതിൽ തുറന്നില്ല, ശരിയല്ലേ? അതെ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവൾ മറുപടി പറയുമ്പോഴും അവളുടെ ഓരോ ചലനവും ദേവൻ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം കാവിന്റെ ഭാഗത്തേക്ക് പോയ അവൻ അവിടെ കിടന്ന ശബ്ദമുണ്ടാക്കുകയും പെട്ടെന്ന് ആരൊക്കെ ഓടുന്ന ശബ്ദം നീ കേൾക്കുകയും ചെയ്തു. വല്ലാത്തൊരു ബഹളം അവിടെ നിന്ന് ഉയരുകയും ചെയ്തു, അല്ലേ? അതെ. ദേവേട്ടൻ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നേ? എന്തിലേക്കായി പോക്ക്? ഗൗരിയുടെ ശബ്ദത്തിൽ നേരിയ അസ്വസ്ഥത കലർന്നു തുടങ്ങിയിരുന്നു. പറയാം, ദേവൻ തുടർന്നു. ആ സമയം നീ ജനാലയിൽ കൂടി നോക്കിയപ്പോ അവിടെ നിന്നും വല്ലാത്തൊരു നിലവിളി കേൾക്കുകയും അതോടൊപ്പം ഗൗരി ഓടിവായോ എന്ന് ആരോ ഉറക്കെ വിളിക്കുന്നത് നീ കേട്ടു എന്നാ പറഞ്ഞത്. അവളുടെ ആ മൂളന് പഴയ ഉറപ്പില്ലായിരുന്നു. അത് ആരുടെ ശബ്ദമാണെന്ന് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. അവൾ ദൃഷ്ടി മാറ്റി. എന്നിട്ടും ആരാണെന്ന് പോലും അറിയാത്ത ഒരാളുടെ വിളി കേട്ട് പുറത്ത് കൊലപാതകയോ അതോ നിന്നെ ഉപദ്രവിക്കാൻ വന്നവനോ ആയ ഒരാൾ നിൽക്കുമ്പോൾ നീ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ഓടി. ദേവൻ അല്പനേരം നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പുറത്ത് വന്നിരിക്കുന്നത് നിന്നെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ്. അവിടെ വെച്ച് ബഹളങ്ങളും അലർച്ചയും കേൾക്കുന്നു. സ്വാഭാവികമായും അത്തരമൊരവസ്ഥയിൽ പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചില്ലേ ഗൗരി? എന്നിട്ടും നീ അങ്ങോട്ടേക്ക് ഓടി. ഗൗരിക്ക് ഉത്തരമില്ലായിരുന്നു. അവളുടെ ആ മൗനം ദേവന്റെ സംശയങ്ങൾക്ക് ബലം നൽകി. സത്യം പറ ഗൗരി, ഗൗരി ഓടിവായോ എന്ന കാവിൽ നിന്ന് നിന്നെ ആരും വിളിച്ചിട്ടില്ല, ശരിയല്ലേ? ഗൗരി തല താഴ്ത്തിയില്ല. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ നിസ്സഹായത നിറഞ്ഞിരുന്നു. ആ ജനാലിൽ കൂടി നോക്കിയപ്പോ ആരോ ഓടി മറയുന്നത് കണ്ടിരുന്നു എന്ന് നീ പറഞ്ഞു. ഇരുട്ട് കാരണം ആളെ വ്യക്തമായില്ല എന്നും പറഞ്ഞു. പക്ഷെ ആ ഓടിപ്പോയത് ആരാണെന്ന് നീ കണ്ടിരുന്നു, ശരിയല്ലേ? ഇനി പറയും, ആരായിരുന്നു ഗച്ചു അത്? അവളെ വിഷമിപ്പിക്കരുത് എന്ന കരുതലോടെ പരമാവധി സൗമ്യതയോടെയാണ് അവനത് ചോദിച്ചത്. ഗൗരി മറുപടിയൊന്നും പറയാതെ ഇരുന്നതേയുള്ളൂ.
അവളുടെ മൗനം അസ്വസ്ഥനാക്കിയപ്പോ അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു. അവൾ മുഖമുയർത്താതെ അവന്റെ പാദങ്ങളിലേക്ക് നോക്കിയിരുന്നപ്പോ അവൻ മെല്ലെ കുനിഞ്ഞ് കൈകൾ കൊണ്ട് അവളുടെ താടി പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഗൗരി, നിനക്കെന്നെ വിശ്വാസമില്ലേ? അവന്റെ ശബ്ദം ആർദ്രമായി. ആ ചോദ്യം കേട്ടതും ഉണ്ട് എന്ന അർത്ഥത്തിൽ അവൾ വേഗത്തിൽ തലയാട്ടി. എങ്കിൽ പറയൂ, ആരായിരുന്നു അത്? അത്തരം ഭീകരമായ ഒരു അവസ്ഥയിൽ പരിചയമുള്ള ആരുടെയെങ്കിലും ശബ്ദമോ രൂപമോ കാണാതെ ഒരു പെൺകുട്ടിയും അങ്ങോട്ടേക്ക് ഓടി ചെല്ലില്ല. അത് എത്ര തന്നെ ബോൾഡായ പെൺകുട്ടിയാണെങ്കിലും. പറയ ഗൗരി. അത് പറയാൻ തുടങ്ങിയെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ദേവൻ ക്ഷമയോടെ കാത്തുനിന്നു. ഇരുട്ടില് വ്യക്തമായിരുന്നില്ല എങ്കിലും ആ രൂപം കണ്ടപ്പോ അവിടുത്തെ ബഹളത്തിനിടയിൽ കേട്ട ശബ്ദം അത് അനന്തേട്ടനെ പോലെയാ എനിക്ക് തോന്നിയത് ദേവേട്ട. അത് കേട്ടപ്പോ ദേവന്റെ മുഖത്ത് അത്ഭുതമുണ്ടായിരുന്നില്ല. മറിച്ച് താൻ ഊഹിച്ച കാര്യം ശരിയാണെന്ന് കേട്ടതിന്റെ ഒരു ഭാവമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നീ ഇത് അന്ന് പറഞ്ഞില്ല? അന്ന് ഇക്കാര്യം പറയുമ്പോ മറ്റു പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അവർ കേൾക്കണ്ടെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ഇക്കാര്യം ഒന്നും പറയാതിരുന്നത് കൊണ്ട് ദേവേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? സാരയില്ല ഗച്ചു, ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നിന്നെ ആരാ മനസ്സിലാക്കുന്നേ? അവൾ മുഖം പൊത്തി ഏങ്ങലടിച്ചപ്പോ അവൻ ആ കൈകൾ പിടിച്ചു മാറ്റി അവളുടെ കണ്ണുകളിൽ ഉമ്മ വച്ചു. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ നോക്കിയപ്പോ അവൻ ചിരിച്ചു. എന്നിട്ട് സാരമില്ലെന്ന് പറയും പോലെ കണ്ണുകൾ ചിമ്മിക്കാട്ടി. ആ സാന്ത്വനത്തിന്റെ ബലത്തിൽ അവൾ ബാക്കി കൂടി പറഞ്ഞു. ഇരുട്ടില് നിഴല് പോലെയാ കണ്ടതെങ്കിലും അത് അനന്തേട്ടനാണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. അനന്തേട്ടനെന്തോ അപകടം പറ്റിയെന്ന് ഞാൻ ഭയന്നു. പക്ഷേ അവിടെ ചെന്നപ്പോ കണ്ടത് കഴുത്തറുക്കപ്പെട്ട് ചോരയിൽ കുളിച്ച് നിലത്ത് വീണ് കിടന്ന് പിടയുന്ന സജീവനെയായിരുന്നു. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഓർമ്മയുടെ നടുക്കത്തിൽ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ആ രംഗം കൺമുന്നിൽ കണ്ടതുപോലെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ദേവൻ മെല്ലെ കൈകൾ നീട്ടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിഴകളിൽ അവൻ മെല്ലെ തലോടി. താൻ ഇക്കാര്യം അന്ന് പറയാതിരുന്നതിൽ ദേവേട്ടന് ഈർഷ്യ തോന്നുമോ എന്ന ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള അവന്റെ ആ സാന്ത്വനത്തിൽ ആശ്വാസം കണ്ടെത്തിയതുപോലെ അവൾ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ മുഖം അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. നിന്റെ ആ സംശയം ശരിയാവട്ടെ എന്ന് തന്നെയാ എന്റെയും ആഗ്രഹം. അനന്തൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന നമ്മുടെ സംശയത്തിന് ആക്കം കൂട്ടുന്നതല്ലേ ആ തോന്നൽ. പക്ഷേ അവൾ മുഖം ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു, സജീവനെ കൊന്നത് അനന്തേട്ടനാണെങ്കിൽ അനന്തേട്ടൻ ജയിലിൽ പോവില്ലേ ദേവേട്ട? ആ ഒരു ചോദ്യത്തിന് അല്പനേരത്തേക്ക് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാത്ത കേസുകളുടെ കൂട്ടത്തിൽ എന്റെ വക ഒരു കേസ് കൂടി അങ്ങ് കിടക്കട്ടെ. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞ ആ മറുപടിയിൽ ആശ്വാസം കണ്ടെത്തിയതുപോലെ അവൾ വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ഒട്ടി. കൈകൾ കൊണ്ടവളെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ അപ്പോഴും ബാക്കിയായിരുന്നു. യഥാർത്ഥത്തിൽ അനന്തൻ അവിടെ വന്നിരുന്നു? അതോ ഗൗരിക്ക് തോന്നിയതാണോ? സത്യത്തിന്റെ ചുരുളഴിക്കാൻ ഇനിയുമേറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ചിന്തയിൽ അവനിൽ നിന്നും ഒരു നെടുവീർപ്പ് ഉതിർന്നു വീണു. അല്പനേരത്തെ നിൽപ്പിനൊടുവിൽ ഒരു തീരുമാനത്തിലെത്തിയതുപോലെ അവൻ മെല്ലെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് ആ മുഖത്തേക്ക് നോക്കി. ഗൗരി. അവന്റെ ശബ്ദത്തിൽ ചിന്തയുടെ കനം തൂങ്ങി നിന്നിരുന്നു. ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. ആ ക്രിസ്റ്റിയെ ഒന്ന് പോയി കണ്ടാലോ എന്ന്. ഗൗരിയുടെ കണ്ണുകളിൽ ചോദ്യഭാവം നിറഞ്ഞപ്പോ ദേവൻ തുടർന്നു. സത്യത്തിൽ സജീവന്റെ കൊലപാതകവുമായി അവന് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും. പക്ഷെ അനന്തനെ സജീവനും കൂട്ടരും ആക്രമിച്ചതിന്റെ പിന്നിൽ അവനും ഒരു പങ്കുള്ളതുപോലെ എനിക്കൊരു തോന്നൽ. ആ ഒരു സംഭവത്തിന് ശേഷം അവൻ ഇന്നേ വരെ അവന്റെ ചേട്ടനെ കാണാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നത് വെറുമൊരു യാദൃശ്ചികതയായി തള്ളിക്കളയാൻ തോന്നുന്നില്ല. എന്തോ ഒന്ന് അവൻ ഇവിടെ നിന്നും അകറ്റി നിർത്തുന്നുണ്ട്. അത് കേട്ടതും ഗൗരി മുഖമുയർത്തി ദേവനെ ഉറ്റുനോക്കി. അവളുടെ ഉള്ളിൽ ഒരേ സമയം ഭയവും പ്രതീക്ഷയും ഇരച്ചു കയറുകയായിരുന്നു. ക്രിസ്റ്റിയെ തേടി പോവുക എന്നത് കേവലം ഒരു യാത്രയല്ലെന്നതും അത് മരിച്ചുപോയി എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന, എന്നാൽ തന്റെ മനസ്സെന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് മന്ത്രിക്കുന്ന അനന്തേട്ടനിലേക്കുള്ള ഒരു വാതിലായിരിക്കുമെന്നും അവൾക്ക് തോന്നി. ഇത്രയും നാളും അനുഭവിച്ച ഏകാന്തതയ്ക്കും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കും ഒരു അറുതി വരുത്തുവാൻ ഒരുപക്ഷെ ആ യാത്രയ്ക്ക് കഴിഞ്ഞേക്കും. ദേവന്റെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം അവൾക്കൊരു ധൈര്യം നൽകി. താൻ ഒറ്റയ്ക്കല്ല എന്നൊരു തിരിച്ചറിവ്. ആ ചിന്ത അവളിൽ ഒരു ആഗ്രഹം ജനിപ്പിച്ചു.
അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റിയെ കാണാൻ പോകുമ്പോൾ ഞാനും ദേവേട്ടൻ്റെ കൂടെ വരട്ടെ? ആ ചോദ്യത്തിന് ദേവൻ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ കണ്ണുകളിൽ അവൾക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു തനിക്കുള്ള സമ്മതം. അവൻ മെല്ലെ അവളുടെ കൈവിരലുകളിൽ അമർത്തിപ്പിടിച്ചു. പുറത്ത് ഇരുട്ട് കനക്കുന്നുണ്ടായിരുന്നുവെങ്കിലും സത്യത്തിന്റെ വെളിച്ചം അകലെയല്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ അപ്പോൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്